കുറച്ച് നാളായി നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും വലിയ ചർച്ച ഓർഗനൈസർ എന്ന പ്രസിദ്ധീകരണത്തെക്കുറിച്ചാണ്. RSSൻ്റെ മുഖപത്രമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ലക്കത്തിൽ ഈ പാർലമെൻറ്റ് സീറ്റുകളുടെ പുനർനിർണയം മോദി സർക്കാരിൻ്റെ കാലത്ത് ഈ ടൈമിൽ 888 സീറ്റുകളായി ചിലപ്പോൾ ഉയർന്നേക്കുന്നൊക്കെ പറയുന്നുണ്ട്. പുതിയ പാർലമെൻറ്റ് മന്ത്രത്തിൽ അത്രയും സീറ്റുകളുമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ലക്കം ഓർഗനൈസറിൻ്റെ കവർ സ്റ്റോറി. അതിൽ പറയുന്നു, ഇത്തരം വിഷയം മണ്ഡല പുനർനിർണയം പരിശോധിക്കുമ്പോൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകം ഡെമോഗ്രാഫിയിലുള്ള ജനസംഖ്യയിലുള്ള വ്യതിയാനമാണ്. അപ്പോൾ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പലയിടത്തും മുസ്ലിം ജനസംഖ്യ ആശങ്കാജനകമായി കൂടുന്നുണ്ട് എന്ന് പറയുന്നു. അതാണോ ഒരു മാനദണ്ഡം മണ്ഡലം നിർണ്ണയിക്കാനുള്ളതിൻ്റെ? മണ്ഡലം നിർണ്ണയിക്കാനുള്ള മാനദണ്ഡം അതൊന്നുമല്ല. ഇപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ടാണ് ഒരു MP നിശ്ചയിക്കുന്നത്. ഇപ്പം തന്നെ 14 ലക്ഷം പേർക്ക് ഒരു MP എന്നൊക്കെയുള്ള സ്ഥിതിയാണ്. ഇതിനി ഇങ്ങനെയും കൂട്ടി പോയി കഴിഞ്ഞാൽ 25 ലക്ഷം പേർക്ക് 30 ലക്ഷം പേർക്ക് ഒരു MP എന്നൊക്കെ പറഞ്ഞു വരും. അത് വരാതിരിക്കാനായിട്ട് മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുക, MP-മാരുടെ എണ്ണം കൂട്ടുക. MP-മാർക്കും പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. അവരുടെ മണ്ഡലത്തിൽ എല്ലാ സ്ഥലത്തും എത്താൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് പരിഹാരം മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. അതാണ് ഡീലിമിറ്റേഷൻ. ഇപ്പോൾ കേരള സർക്കാർ ചെയ്യുന്നില്ലേ, വാർഡുകളുടെ എണ്ണം കൂട്ടുന്നു. ലോക്കൽ ബോഡീസ്, തദ്ദേശ സ്ഥാപനങ്ങൾ. ഇത് തന്നെ ഭാരതം ഒട്ടാകെ ചെയ്യുമ്പോൾ മണ്ഡല പുനർനിർണയം. അല്ല, അതിൽ തർക്കമില്ല, അത് ആവശ്യമാണ്. ആക്സസബിൾ ആയിരിക്കണം MP-മാർ. പക്ഷേ അതിനകത്ത് മുസ്ലിം ജനസംഖ്യയെക്കുറിച്ച് ഓർഗനൈസർ എടുത്തു പറയുന്നത് എന്തിനാണ്? ഈ ഓർഗനൈസറിൽ പല അഭിപ്രായങ്ങളും വരും. അത് BJP-യുടെയോ RSSൻ്റെയോ ഔദ്യോഗിക അഭിപ്രായം. ഓർഗനൈസറിൽ ഒരുപാട് ലേഖനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വന്ന ലേഖനത്തിന് എതിരായിട്ടുള്ള ലേഖനം ചിലപ്പോൾ അടുത്ത ആഴ്ച വന്നു വരും. അത് കൺവീനിയൻ്റ്ലി ആൾക്കാർ എടുക്കില്ല. ഓർഗനൈസർ ഈസ് എ ജനറൽ പബ്ലിക്കേഷൻ. അതിൽ ആർക്കും എഴുതാം, എന്തും എഴുതാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് RSSൻ്റെ അഭിപ്രായമാണ് എന്നുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ടാകും. അത് വരാത്തിടത്തോളം കാലം ഇതൊരു സാധാരണ ലേഖനമാണ്. ഒരാൾ എഴുതിയ ലേഖനം അവർ പ്രസിദ്ധീകരിച്ചു. TG പറയുന്നത് ഇപ്പോൾ നമ്മുടെ കലാകൗമുദിയോ മാതൃഭൂമിയോ ഒക്കെ പോലെയുള്ള ഒരു സാധാരണ പ്രസിദ്ധീകരണം മാത്രമാണ് ഓർഗനൈസർ എന്നാണോ? അത്രയും ഞാൻ പറയുന്നില്ല. ബട്ട് ഓർഗനൈസർ ഒരു സംഘപരിവാർ പ്രസിദ്ധീകരണമാണ്. ബട്ട് അതിനകത്ത് വരുന്ന വ്യൂസ് എല്ലാം സംഘപരിവാറിൻ്റേത് ആയിക്കൊള്ളണമെന്നില്ല, ആയിക്കൂടായികയുമില്ല. അനുഭാവമുള്ളതായിരിക്കുമല്ലോ, ആവണമെന്നില്ല. എതിരായിട്ടുള്ളതും വരാം, എതിരുള്ളതും വരാം. വന്നിട്ടുണ്ട്, ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ ടിപ്പിക്കൽ ഉദാഹരണമാണ് കേസരി. കേസരിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ ഒരു നഗരത്തെ ശ്വാസം മുട്ടിക്കുന്നത് ശരിയല്ല. ആറ്റുകാൽ പൊങ്കാല 365 ദിവസവും വേണം. ആറ്റുകാൽ പൊങ്കാല നിന്ന് ഇടാനുള്ള സംവിധാനവും വേണം. ഇത് അപ്പുറത്ത് മണ്ടയ്ക്കാട്ട് അമ്പലത്തിൽ എല്ലാ ദിവസവും 320 ദിവസം നിങ്ങൾക്ക് പൊങ്കാല ഇടാം. കുറച്ചുകൂടെ തെക്ക് കിഴക്കോട്ട് മാറി മുപ്പന്തൽ എന്ന് പറഞ്ഞ ദേവീക്ഷേത്രമുണ്ട്. നാഗർകോവിലിൽ നിന്ന് മധുരയ്ക്ക് പോകുന്ന സ്റ്റാർട്ടിങ്ങിലാണ് മുപ്പന്തൽ. അവിടെ ഞാൻ കണ്ടു, നിന്ന് പൊങ്കാല ഇടാം, ഇരുന്ന് പൊങ്കാല ഇടാം. അപ്പോൾ അമ്മൂമ്മയ്ക്ക് മുട്ട് വളയ്ക്കാൻ പറ്റുന്നില്ല. അമ്മൂമ്മ നിന്ന് പൊങ്കാല ഇടും, കൊച്ചുമകൾ ഇരുന്ന് പൊങ്കാല ഇടും 365 ദിവസവും. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറയാം, വ്യാപകമായിട്ട് സ്ത്രീകൾക്കുള്ളത്. ആ പ്രത്യേക ദിവസം അൺഫോർച്ചുനേറ്റ്ലി മെൻസ്ട്രുവേഷൻ ഡേ ആയിപ്പോയി. ആൻഡ് യു ആർ ലൂസിങ് 1 year. വെയിറ്റ് ഫോർ 1 year. ഈ ഒരു വർഷത്തിനകം എന്തെല്ലാം മാറ്റിമറിച്ചുകൾ ജീവിതത്തിൽ സംഭവിക്കുന്ന അറിഞ്ഞുകൊണ്ട് അവർ സ്ഥലം മാറിപ്പോകേണ്ടി വരാൻ, ഡൽഹിക്ക് ട്രാൻസ്ഫറായി, ഇംഗ്ലണ്ടിൽ പോയി, കല്യാണം കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചൊന്നുമില്ല. സോ അത് സംഭവിക്കാതിരിക്കാനായിട്ട് മണ്ടയ്ക്കാട്ടും മുപ്പന്തലിലും ചെയ്യുന്ന പോലെ കാലാനുസൃതമായിട്ട് ഇത് 365 ദിവസം ആക്കുകയും അങ്ങനെ തിരുവനന്തപുരത്തെ ക്രൗഡ് കുറയ്ക്കുകയും ചെയ്യണം എന്ന് ഞാൻ കേസരിയിൽ എഴുതി. കേസരി അത് പ്രസിദ്ധീകരിച്ചു. അത് ഒരു പൊതു ഹിന്ദു വികാരമാണോ? ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പൊതു സംഘപരിവാർ അംഗീകരിക്കുന്ന കാഴ്ചപ്പാടാണോ? ആണെന്ന് ഞാൻ കരുതുന്നില്ല. ബട്ട് ഞാനും ആസ് എ പാർട്ട് ഓഫ് RSS ഞാൻ എൻ്റെ ചിന്ത എഴുതി അവർ പ്രസിദ്ധീകരിച്ചു. ഇങ്ങനെ
പലതരത്തിലുള്ള ലേഖനങ്ങൾ വരുന്ന ഒരു വീക്കിലിയാണ് ഓർഗനൈസർ. യു ക്യാൻ റൈറ്റ്. ഞാനാണ് കേസരിയിൽ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും സംഘപരിവാറും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് കേസരിയിൽ എഴുതിയത് ഞാനാണ്. കേസരി അത് പ്രസിദ്ധീകരിച്ചു. ആകെ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ലേഖനം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്, ഇതേതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ അഭിപ്രായമായിട്ട് എടുക്കരുത് എന്ന് പ്രത്യേകം എഴുതി. കാരണം ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ വരാൻ വലിയ കുഴപ്പമില്ല. RSSും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നിക്കാൻ പോവുകയാണ്, അലയൻസ് എന്നൊക്കെയുള്ള വാക്കൊക്കെ വരുമല്ലോ, അത് വരാതിരിക്കാനായിട്ട് ഒരു മുൻകരുതൽ എന്നുള്ളതൊക്കെ അവർ ഫുട് നോട്ടായിട്ട് എഴുതി. അതിനോട് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒരുപാട് പേര് പ്രതികരിച്ചു. അത് കഴിഞ്ഞു. സോ ഈ രീതിയിൽ RSSകാരും അല്ലാത്തവരും ഒക്കെ എഴുതുന്ന ഒരു വീക്കിലിയാണ് ഓർഗനൈസർ ഇംഗ്ലീഷിൽ, കേസരി മലയാളത്തിൽ. ഇത്രയുള്ള വ്യത്യാസം. പക്ഷേ ഈ ലേഖനത്തിൻ്റെ കവർ സ്റ്റോറിയുടെ രണ്ടാമത്തെ ഭാഗമല്ല, ഞാൻ ശ്രദ്ധിച്ച രണ്ടാമത്തെ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ച് ഗൗരവപൂർവ്വം ആലോചിക്കണം. എന്നിട്ടാണ് പറയുന്നത് മുസ്ലിം ജനസംഖ്യ കൂടുന്നതിൽ ആശങ്കയുണ്ട്, പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട്, ഇപ്പോൾ ആസാമിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും എന്തുകൊണ്ട് ജനസംഖ്യ കൂടുന്നു, അല്ലെങ്കിൽ മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്നുള്ളൊരു വിഷയം തന്നെയാണ്. നുഴഞ്ഞുകയറ്റക്കാരുടെ പ്രശ്നമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്ന ഒരു അജണ്ട കൂടി RSS സെറ്റ് ചെയ്ത് വരികയാണ്. ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം. അനിയന്ത്രിതമായ ജനസംഖ്യാ പെരുപ്പം അത് ദോഷമാണ് എന്ന് കരുതുന്ന വലിയൊരു വിഭാഗമുണ്ട്. അല്ല, ഇവിടെ പറയുന്നത് മുസ്ലിം ജനസംഖ്യയുടെ കാര്യമാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും അതിനുള്ളിൽ തന്നെ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയോടെ വീക്ഷിക്കുന്നത്. എന്താണ് ആശങ്ക? അവർ ഇസ്ലാമിക രാജ്യമാകും, അത് തന്നെ ആശങ്ക. ഇന്ത്യ ജനിച്ചവരെല്ലാം ഹിന്ദുക്കളല്ലേ? ഇന്ത്യയിൽ ജനിച്ചവർ ഹിന്ദുക്കളാണ്, പക്ഷേ ആണെന്ന് അവർ സമ്മതിക്കണ്ടേ? ഞങ്ങൾ പറയുന്നു ഇന്ത്യയിൽ ജനിച്ചവരൊക്കെ ഹിന്ദുക്കളാണ്, അവർ സമ്മതിക്കുന്നുണ്ടോ? അവർ സമ്മതിക്കാത്തടത്തോളം അവരെന്താണെന്ന് അവർ തീരുമാനിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഹിന്ദുക്കളാണ്, അവർക്കത് സമ്മതമല്ല. എന്ത് ചെയ്യും? ഇതാണ് സൊല്യൂഷൻ അവരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞു. വി ആർ റെഡി ടു അക്സെപ്റ്റ് യു. ഇഫ് യു ആർ റെഡി ടു അക്സെപ്റ്റ് അസ്, ഇറ്റ് ഈസ് യുവർ ക്ലാഷ്. ബാക്കിയല്ലേ രിജി? നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് രിജി പറയുന്നു, അവർ സ്വീകരിക്കാൻ തയ്യാറല്ല, വിരുദ്ധാഭിപ്രായം നിൽക്കുകയാണ്. ദേ ആർ ഇൻക്രീസിങ്, അവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അപകടം. അതുകൊണ്ടാണ് ജനസംഖ്യാ വർധനവ് അപകടം. ജനസംഖ്യാ വർധനവിൽ മുസ്ലിം ജനസംഖ്യാ വർധനവും ശീഘ്രഗതിയിൽ പോകുന്നത് അപകടം. ഇതിൽ ഈ പറയുന്നതിൽ തെറ്റെന്താ? എന്നാൽ ഇതിങ്ങനെ അല്ലെന്നും അങ്ങനെ കാണേണ്ട കാര്യമില്ലെന്നും ജനസംഖ്യയാണ് നമ്മുടെ സ്ട്രെങ്ത് എന്നും വിചാരിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. വലിയൊരു വിഭാഗം രാജ്യത്തിൻ്റെ സമ്പത്ത് ജനങ്ങളാണ്. ഈ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു എന്നുള്ള നിങ്ങളുടെ ആശങ്ക അത് ഭാഗികമായിട്ട് മാത്രമേ ശരിയാവുന്നുള്ളൂ. മുസ്ലിം ജനസംഖ്യാ വർധന നിങ്ങൾ ഈ വിചാരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിലേക്കൊന്നും കൊണ്ടുപോവുകയില്ല. അതങ്ങനെ അല്ലാതെ മാനേജ് ചെയ്യാൻ മറ്റുള്ളവർക്ക് പറ്റും എന്ന് വിചാരിക്കുന്നവർ. ജനസംഖ്യയാണ് ഒരു രാജ്യത്തിൻ്റെ ശക്തി. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ സംഭവിച്ചത് എന്താ? അവരുടെ ജനസംഖ്യ ഇംപ്ലോഡ് ചെയ്ത് കുറഞ്ഞു. ഇപ്പോൾ ജനസംഖ്യാ വർധന ഒരു 2.1 ആണ് ഐഡിയലായിട്ട് ആ ഫാക്ടർ നിൽക്കേണ്ടത്. ഒരു കുടുംബത്തിന് 2.1 മക്കൾ. പക്ഷേ ഇറ്റലിയിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ ഇത് കുറഞ്ഞിട്ട് 1.2, 1.1 വരെ എത്തി. ജപ്പാനിൽ 1.1 മറ്റുമാണ്. അതുകൊണ്ട് ജപ്പാൻ്റെ ആവറേജ് ഏജ് വളരെ കൂടുതലാണ്, 47 മറ്റുമാണ്. അപ്പോൾ ജനസംഖ്യ ഇല്ലാതെ വന്നപ്പോഴാണ് അവർ ഇമിഗ്രൻസിനെ കയറ്റാൻ തുടങ്ങിയത്. ഈ ഇമിഗ്രൻസ് എവിടെ നിന്നുണ്ടാകും? ഇമിഗ്രൻസ് പൊതുവെ ഏഷ്യൻ കൺട്രീസിൽ, ആഫ്രിക്കൻ കൺട്രീസിലാണ് ജനസംഖ്യ കൂടുതലുള്ളത്. നമുക്കിവിടുന്ന് ഇപ്പോൾ ഒരു 10 കോടി ആൾക്കാർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പോടാ എന്ന് പറയും. ജർമ്മനിയിൽ നിന്ന് 10 കോടി ആൾക്കാർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ജർമ്മനി കാലിയായി പോകും. വിത്തൗട്ട് പോപ്പുലേഷൻ യു ആർ നോട്ട് എ നേഷൻ. ഇതാണ് അവരുടെ പ്രശ്നം. സോ ദേ ഹാവ് ടു അബ്സോർബ് ഇമിഗ്രൻസ്. ഇമിഗ്രൻസിനെ അബ്സോർബ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇമിഗ്രൻസ് രാജാവായി, തദ്ദേശീയർ കൊളരാത്തവരായി. ദിസ് ഈസ് ദ ബേസിക് ക്രൈസിസ് യൂറോപ്പിൽ വന്നിരിക്കുന്നതാണ്. തദ്ദേശീയ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തില്ല. രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനായിട്ട്, ജോലി ചെയ്യാനായിട്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്താൻ
ഹ്യൂമൻ വേണ്ടേ, ആൾ 2 കൈ വേണ്ടേ? ഉള്ള കൈക്ക് വയസ്സായി കഴിഞ്ഞു, പുതിയ കൈ ജനിക്കുന്നുമില്ല. 2 പേർക്ക് കൂടിയിട്ട് 1.6 1.3 ഒക്കെയാണ് പ്രൊഡക്ഷൻ. ഒരു കുടുംബത്തിൽ 1.3 കുട്ടികളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് വെച്ച് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അത് സസ്റ്റെയിനേഷൻ്റെ താഴെ പോയി. ഇമിഗ്രൻസിനെ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഭരിക്കാൻ തുടങ്ങി. നേരത്തെ എടുത്തുകൊണ്ടിരുന്ന ഇമിഗ്രൻസ് ഈ ഏഷ്യയിൽ നിന്ന് നമ്മുടെ ഇന്ത്യ, ഫിലിപ്പൈൻസ്, ശ്രീലങ്ക ഇതുപോലെയുള്ള ആൾക്കാരെ എടുത്തുകൊണ്ടിരുന്നു. അവർ ഉപദ്രവകാരികളല്ല. ബട്ട് ഇസ്ലാമിനെ എടുത്തു കഴിഞ്ഞപ്പോൾ സംഭവം മാറി. ഇസ്ലാം വരുന്നത് കൂട്ടത്തോടെ വരികയും കൂട്ടമായി തീരുകയും കൂട്ടം പെരുപ്പിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ റാഡിക്കൽ ഇസ്ലാമിൻ്റെ സ്വഭാവം, അവരുടെ നേതൃത്വത്തിൽ മറ്റ് ഇസ്ലാം മിണ്ടാതെ പൂച്ച പോലെ അവരുടെ പിന്നാലെ പോകുന്ന സ്വഭാവം, ഇതാണ് യൂറോപ്പിൻ്റെ പ്രശ്നം. ഇത് ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് അവിടെ ഇസ്ലാം പെരുമാറി അതുകൊണ്ട് ഇവിടെ ഇസ്ലാം അങ്ങനെ പെരുമാറുന്നു. ഇന്ത്യൻ ഇസ്ലാം ഈസ് ഡിഫറൻറ്റ്. യു ക്യാൻ മാനേജ് വിത്ത് ദാറ്റ്. ജനസംഖ്യ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ ജനസംഖ്യ 2.2 റേറ്റിലാണ് വർദ്ധിക്കുന്നത്. 2.1 ആണ് ഐഡിയൽ. 2.2 ആണ് നമ്മുടെ വർധന. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ആശങ്കപ്പെടാനൊന്നുമില്ല. ഭീകരമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്ലോലി ഇപ്പോഴത്തെ ഇന്ത്യയിലെ ജനസംഖ്യാ വർധനവ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിത്തിൻ 30-40 ഇയേഴ്സ് നമ്മുടെ ജനസംഖ്യ 120 കോടിയിൽ സെറ്റിൽ ചെയ്യും. 100 മുതൽ 120 കോടിയിൽ വരെ സെറ്റിൽ ചെയ്യും. ഐഡിയലായിട്ട് ഭാരതത്തിന് സസ്റ്റെയിൻ ചെയ്യാവുന്നൊരു ജനസംഖ്യ 120 കോടിയാണെന്നാണ് വിദഗ്ധാഭിപ്രായം. ഇത് നീയാ ഏത് വിദഗ്ധണ്ട എന്നൊക്കെ ചോദിക്കുന്ന വേറെ വിദഗ്ധന്മാരുമുണ്ട്. ഇതിനൊന്നും ഏകാഭിപ്രായമില്ല. അതിലെ ഒരഭിപ്രായമാണ് ഓർഗനൈസറുകൾ വന്നല്ലേ. അല്ല, ഇത് വേണമെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചൂടെ? RSS ഇസ്ലാമിനെ ഭയപ്പെടുന്നു. ഡോണ്ട് കണക്ട് RSS വിത്ത് ദിസ് ആർട്ടിക്കിൾ. ഈ എവറി ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് ഇൻ ഓർഗനൈസർ നീഡ് നോട്ട് നെസസറിലി ബി ദ ഒപ്പീനിയൻ ഓഫ് RSS. അതാണ് ഞാൻ എൻ്റെ കേസരിയിലെ 2 ലേഖനങ്ങളിലെ ഉദാഹരണം. അല്ല, നമ്മൾ ഓർഗനൈസർ മുമ്പ് ചർച്ച ചെയ്തത് തെരഞ്ഞെടുപ്പ് രത്തൻ ശാരദ അന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇറ്റ് ഈസ് ക്ലിയർലി അത് അറ്റ്ലീസ്റ്റ് പാർഷ്യലി ഇറ്റ് റിഫ്ലക്ട്സ് ദ ഐഡിയ ഓഫ് RSS. ബട്ട് നോട്ട് എവരി ആർട്ടിക്കിൾ. എന്തുകൊണ്ടാണ് ഈ ചില ലേഖനങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്നത്? അത് RSSൻ്റെ ഒപ്പീനിയനാണെന്നുള്ള. ഇപ്പോൾ രത്തൻ ശാരദയുടെ ലേഖനത്തിന് തൊട്ടു മുമ്പാണ് സർസംഘചാലകൻ്റെ പ്രസംഗം. സർസംഘചാലകൻ്റെ പ്രസംഗത്തിൻ്റെ ഏകദേശം ലൈനിലാണ് രത്തൻ ശാരദയുടെ ലേഖനം. ദെർഫോർ പീപ്പിൾ ഇത് രണ്ടും കൂട്ടിക്കെട്ടി. ഇപ്പം അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷേ ഇത് എക്കാലത്തും ആഴ്ചതോറും ഓർഗനൈസർ ഇറങ്ങുകയും ചെയ്യുന്നു. നിരവധി ലേഖനങ്ങൾ ഉണ്ട് താനും. പക്ഷേ ഇത് കാലങ്ങളായി പറയുന്ന ഒന്നാണ്. മുസ്ലിം ജനസംഖ്യാ വർധനവിൽ RSSന് ഹിന്ദുത്വവാദികൾക്ക് ഭയമുണ്ട്, ആശങ്കയുണ്ട്, അതിനെ ക്ലബ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉണ്ട്. അത് കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടതാണ് എന്നും അഭിപ്രായമുണ്ട്. അവരെ പുറത്ത് കളയണം. അതാണല്ലോ CAAയുടെ വിഷയം. CAA പ്രശ്നം എന്താ? എക്സ്ട്രാ ആയിട്ടുള്ള മുസ്ലിംസ് പുറത്ത് പോകണം. ദോസ് ഹു ഹാവ് കം ഫ്രം മ്യാൻമർ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ദേ ഹാവ് ടു ഗോ ഔട്ട്. ഇവിടെ ഒറിജിനൽ മുസ്ലിംസ് മതി. ബാക്കിയുള്ള മുസ്ലിംസ് ഓൾറെഡി നാച്ചുറലൈസ്ഡ് ആയ മുസ്ലിംസ് ഉണ്ട്. പാർട്ടീഷൻ്റെ സമയത്തൊക്കെ വന്നവർ നാച്ചുറലൈസ്ഡ് ആയിട്ടുള്ളവർക്ക് പൗരത്വം കൊടുക്കും. ഈ അടുത്ത കാലത്ത് വന്നവരും ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ടല്ലോ. ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇമിഗ്രൻസ് ആൻഡ് ഇല്ലീഗൽ ഇമിഗ്രൻസ്. ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കുക, ലീഗൽ ഇമിഗ്രൻസിന് പൗരത്വം കൊടുക്കുക. ഇതാണ് CAA. അത് ചെയ്യാനുള്ള കാരണം ഇത് തന്നെയാണ്. ഇറ്റ് വാസ് എ വിഷ് ഓഫ് RSS ഓൾസോ. എവറി നാഷണൽ മൈൻഡ് എഗ്രീസ് ടു ദാറ്റ്. ഈ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് 2029 അതിനു മുമ്പ് 888 സീറ്റുകളായിട്ട് മാറില്ല. വരില്ല. Delimitation is being planned after 2029. Delimitation is not a small job. ഒരു ഹ്യൂജ് ജോബാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ വാർഡ് മാറ്റുന്നത് തന്നെ നോക്ക്. ഇറ്റ്സ് ഗോയിങ് ടു ക്രിയേറ്റ് സെവറൽ പ്രോബ്ലം. സുനിലിൻ്റെ വീട്ടു നമ്പർ മാറിപ്പോകും, വാർഡ് നമ്പർ മാറിക്കഴിഞ്ഞു. സുനിൽ എവിടെയൊക്കെ തിരുത്തും? ആധാറിൽ തിരുത്തണം, റേഷൻ കാർഡിൽ തിരുത്തണം, പാസ്പോർട്ടിൽ തിരുത്തണം. പാർലമെൻറ്റിനില്ല. ഈ പൗരൻ്റെ ഈ
മേൽവ്യാസം തന്നെ മാറ്റുന്ന ഏർപ്പാടാണ്. അത് വാർഡ് ഓക്കെ, പക്ഷേ പാർലമെൻറ്റിൽ ആ പ്രശ്നം പാർലമെൻറ്റിൽ ആ പ്രശ്നമുണ്ട്. ഹൗ ടു ഡ്രോ ദിസ് ലൈൻ. ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും വലിയ ബഹളം വയ്ക്കും. കാരണം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു പ്രത്യേക വിഭാഗത്തെ വെച്ചിട്ടാണ് ഞാൻ ജയിക്കുന്നത്. ആ വിഭാഗത്തിൻ്റെ ഒരു 75% മറ്റേ കോൺസ്റ്റിറ്റ്യുവൻസിലേക്ക് പോകുന്നു. എന്നിട്ട് എന്നെ ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരെ എൻ്റെ കൂടെ ചേർക്കുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ വെറുതെ ഇരിക്കുമോ? വൻ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. അല്ല, അങ്ങനെയല്ലേ ഇതുവരെ നടന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇതുവരെ എത്ര വർഷമായി നമ്മൾ ഡീലിമിറ്റേഷൻ നടത്തിയിട്ട് പാർലമെൻറ്റിൽ നടന്നിട്ടേയില്ല. 543 മെമ്പർമാരുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. സോ ഐ ഡോണ്ട് തിങ്ക് നമ്മൾ ഇത്തരം തലവേദനകളുടെ നടുക്ക് ഡീലിമിറ്റേഷൻ ഇപ്പോൾ തുടങ്ങുന്നത് ഞാൻ കരുതുന്നില്ല. 2029 തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഡീലിമിറ്റേഷൻ വരുന്നത്. ഏതായാലും ഒരിക്കൽ കൂടി ഓർഗനൈസർ ചർച്ചയാകാൻ പോവുകയാണ്. അപ്പോൾ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.